മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിന് പിന്നാലെ മരിച്ച 3 പേരുടെ മരണകാരണം പുക മൂലം അല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 പേർ മരിച്ചത് ആത്മഹത്യയെന്നും റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ടാകാം പുക ഉയരാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദ്വിതല അന്വേഷണം നടക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതേസമയം എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെയും മറ്റ് 6 നിലകളിലെയും വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുകയുയർന്നത് മൂലമാണ് 5 പേർ മരിച്ചത് എന്നായിരുന്നു ആരോപണം. എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം പുക ശ്വസിച്ചതല്ലെന്നും അസ്വാഭാവികതയില്ലെന്നുമാണ് കണ്ടെത്തൽ. മേപ്പയ്യൂർ നെടുമ്പോയിൽ സ്വദേശി ഗംഗാധരൻ, വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇവർ നേരത്തെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ശ്വാസകോശത്തിൽ പുകയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റ് 2 പേരുടെയും മരണം ആത്മഹത്യയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആത്മഹത്യ ശ്രമത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചതാണെന്നും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും നേരത്തെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. രാത്രി 7:45ഓടെയാണ് അത്യാഹിത വിഭാഗത്തിലെ UPS മുറിക്കകത്ത് വൻ പൊട്ടിത്തെറിയുണ്ടായതും പിന്നാലെ പുക ഉയർന്നതും. പുക രൂക്ഷമായതോടെ അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ മാറ്റുകയും ഫയർഫോഴ്സ് എത്തി പുക ഒഴിവാക്കുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഉള്ളിലെ പ്രശ്നമാകാം പുകയുരാനുള്ള കാരണമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പുക ഉയർന്ന സംഭവത്തിൽ സാങ്കേതിക അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂവെന്നും ആരോഗ്യമന്ത്രി. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്, അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സാങ്കേതികമായ ഒരു കണ്ടെത്തലിന് മുൻപ് ഇന്നതാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. മരിച്ചവരുടെ ആന്തരികാവയവങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അപകടമുണ്ടായ അത്യാഹിത വിഭാഗം അടച്ചതിനെ തുടർന്ന് ബീച്ച് ആശുപത്രിയിലാണ് നിലവിൽ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഇവിടേക്ക് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെയും ജീവനക്കാരെയും താൽക്കാലികമായി നിയമിച്ചു. രോഗികൾക്ക് ചികിത്സ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും രോഗികളുടെ ചിലവ് സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രികളുമായി സംസാരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.